ക്രിസ്തീയ ജീവിത യാത്ര. ഇതാണല്ലോ നമ്മൾ തുടർമാനമായി ചിന്തിച്ചു വരുന്ന വിഷയം. നമ്മുടെ ജീവിതത്തിൽ അനേക ജീവിത ഭാരങ്ങളുള്ള ഒരു വലിയ പ്രയാണമാണ് ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ തുടരുന്ന ജീവിതയാത്രയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതും നമുക്ക് മനസ്സിലാക്കി തരുന്നതുമായിട്ടുള്ള കാര്യം, നമ്മൾ ഈ ജീവിത ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്നതിലുപരിയായി 1 പത്രോസ് 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അവൻ നമ്മൾക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവാണ്. ആ കർത്താവിൻ്റെ മേൽ നമ്മുടെ സകല ചിന്താകുലങ്ങളും ഇട്ടുകൊള്ളുവാനായിട്ട് നമുക്കൊരു ആഹ്വാനം അവിടെ ലഭിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ഈ ചിന്തയും ചിന്താകുലങ്ങളും ഒക്കെയും ചുമന്നുകൊണ്ട് ജീവിത ഭാരങ്ങൾ ഏന്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിത പ്രയാണത്തിൽ അത് വലിയ തടസ്സങ്ങളൊക്കെയും പലപ്പോഴും ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. നമുക്ക് ഇങ്ങനെയൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, സാധാരണഗതിയിലുള്ള നമ്മുടെ ലോകയാത്രയിൽ നമ്മൾ എത്രത്തോളം ഭാരം ചുമന്നുകൊണ്ട് യാത്ര ചെയ്യുന്നോ അത്രത്തോളം പുരോഗതിക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നു, ഇല്ലെങ്കിൽ ക്ഷീണിത അവസ്ഥ ഉണ്ടാകുന്നു. ഭാരങ്ങൾ കൂടുന്തോറും ക്ഷീണിത അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതുമാത്രവുമല്ല, പലപ്പോഴും ആ ഭാരങ്ങൾ ചുമക്കുവാനുള്ള ത്രാണി പോലും ഇല്ലാത്ത അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ വരുന്നു. പലപ്പോഴും നമ്മൾ പലരിലും ആശ്രയിക്കുകയും പലരുടെ സഹായം തേടുകയും ഒക്കെയും ചെയ്യുന്നു. എന്നാൽ അതൊക്കെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതെല്ലാം താൽക്കാലികമായിട്ടുള്ള സഹായവും താൽക്കാലികമായിട്ട് നമ്മുടെ ആ പ്രയാണത്തിൽ നമ്മൾക്ക് അവരുടെയൊക്കെ സഹായം ലഭ്യമാകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല, പലപ്പോഴും അത് ലഭിക്കാതെയും പോകുന്ന അവസരങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. നാം ആ സമയത്തൊക്കെയും നിരാശപ്പെട്ട് ആ സമയത്തൊക്കെയും നാം പരാജയത്തിൻ്റെ ആ വക്കിലെത്തി നിൽക്കുന്ന അവസ്ഥ പോലും ഈ ജീവിത ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടാറുണ്ട്. നമ്മെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള പല ഭാരങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭയപ്പെടുന്ന പല കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് ഭയം. ഭയം കടന്നു വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് ആ ജീവിതഭാരം കൊണ്ട് നടക്കുവാനായിട്ട്. അതുമാത്രമല്ല, ഭയം, ഉത്കണ്ഠ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഒരു ശുശ്രൂഷകനാണെങ്കിൽ ശുശ്രൂഷയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ ജീവിതഭാരങ്ങൾ നേരിടുന്ന പരാജയത്തിൻ്റെ വിഷയങ്ങൾ, ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, ആശങ്കകളുടെ വിഷയങ്ങൾ, അതുമാത്രമല്ല കുറ്റബോധവും നിരാശയുമുള്ള വിഷയങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ ഉളവാക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ ഭാരങ്ങളൊക്കെയും നമ്മളുടെ ജീവിതത്തിൽ ഒരു കെട്ടായിട്ട് ഇല്ലെങ്കിൽ തടസ്സമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും മനസ്സിനെയും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും നമുക്ക് ബന്ധനം നൽകുന്ന അവസ്ഥകൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥ, നമ്മുടെ മാനസികമായിട്ടുള്ള അവസ്ഥ, നമ്മുടെ ആത്മീയമായിട്ടുള്ള അവസ്ഥയ്ക്ക് ഒക്കെയും ഭംഗം വരുന്നതും തടസ്സപ്പെടുത്തുന്നതും ജീവിതയാത്രയിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ക്ഷീണിതാവസ്ഥ ഇല്ലെങ്കിൽ ആ പരാജയത്തിൻ്റെ അനുഭവം നേരിടുന്ന അവസ്ഥയൊക്കെയും വരുവാൻ കാരണം
ഇവയൊക്കെയുമാണെന്ന്, ഈ ഭാരങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം ആ സമയത്തൊക്കെയും ചിന്തിക്കും, അയ്യോ, ഇതാരെങ്കിലും ഈ ഭാരം ഒന്ന് താങ്ങാൻ ആയിട്ട്, ഇല്ല ഒന്ന് സഹായിക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഈ ചുമട് ഒന്ന് താത്തു വയ്ക്കുവാനായിട്ട് നമുക്ക് ഒരു സഹായം, ഒരു പരസഹായം ലഭിച്ചിരുന്നു എങ്കിൽ എന്നൊക്കെയും നമ്മൾ ചിന്തിക്കുകയും അതിനുവേണ്ടി നമ്മൾ പോരാടുകയും അതിനുവേണ്ടി നമ്മൾ മാനസികമായിട്ട് പിരിമുറുക്കത്തിലൂടെ കടന്നു പോവുകയും ഒക്കെയും ചെയ്യുന്ന അവസരങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രയോ ആവർത്തി ഉണ്ടായിട്ടില്ലേ? നമ്മളൊന്ന് സ്വതന്ത്രമാകുവാൻ, ഒന്ന് ഈ ഭാരങ്ങൾ ഇറക്കി വെച്ച് ഒന്ന് ലഘുവായിട്ടൊന്ന് ഇരിക്കുവാനായിട്ടൊക്കെയും ആഗ്രഹിച്ച എത്രയോ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതാ നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ആഹ്വാനം, അവൻ്റെ മേൽ സകല ചിന്താകുലങ്ങൾ ഇട്ടുകൊള്ളുവാൻ അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. നാം ആഗ്രഹിക്കുന്നത് പോലെ അവൻ നമുക്ക് വേണ്ടി നമ്മളെ കരുതുന്ന ഒരു കർത്താവാണ്. ആ കർത്താവിൻ്റെ പാതാങ്കെ നമ്മുടെ സകല ചിന്താകുലങ്ങളെയും ഇട്ടുകൊണ്ട് നാം ഒരു ഫ്രീ ആയിട്ട്, നാം ഭാരങ്ങൾ ഇറക്കി വെച്ചിട്ട്, നാം ഈ ചിന്തയും ചിന്താകുലങ്ങളും ഇറക്കി വെച്ചിട്ട് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുവാൻ, ഈ ലോഡ് നമുക്ക് ഇല്ലാതെ, ഭാരങ്ങളില്ലാതെ യാത്ര ചെയ്യുവാനായിട്ട് ദൈവം അവസരം ഒരുക്കിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ വചനം നമുക്ക് എത്ര കരുത്ത് നൽകുന്നതാണെന്ന് നമ്മൾ ഓർക്കണം. ഇന്ന് ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. നമ്മൾ ആഗ്രഹിച്ച ആ യാത്രയിൽ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാനായിട്ട് ഒരത്താണി നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ തക്കവണ്ണം, കാരണം അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. നമ്മുടെ ഭാരങ്ങൾ അവന് അത് വളരെ ലഘുവാണെന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ ഭാരങ്ങൾ ഒരിക്കലും അവനത് വലിയതല്ല എന്ന് ഓർക്കണം. നമ്മുടെ ഭയം, നമ്മുടെ കരച്ചിൽ, നമ്മുടെ നെടുവീർപ്പ്, നമ്മുടെ ഭാവി കാര്യങ്ങൾ, ഇവയെല്ലാം അവന് ഒരു വിഷയമേ അല്ല. അവനതെല്ലാം സുരക്ഷിതമായിട്ട് നമുക്ക് വേണ്ടി കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവാണ് നമ്മൾ മനസ്സിലാക്കണം. അവന് നമ്മുടെ മേൽ ആർദ്ര കരുണയും കൃപയും നിറഞ്ഞ ഒരു കർത്താവാണ്. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ സഹായിപ്പാനായിട്ട് ഏത് സമയം അവൻ്റെ അടുക്കലേക്ക് ചെന്ന് നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുവാനായിട്ട് അവൻ കരം നീട്ടി നമ്മളെ സഹായിക്കുന്ന ഒരു കർത്താവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട്. സമയമേതമന്യേ അവൻ്റെ അടുക്കലേക്ക് നമ്മുടെ ഭാരങ്ങളുമായിട്ട് കടന്നു ചെന്ന് അതിറക്കി വയ്ക്കുവാനായിട്ടുള്ള അവസരം കർത്താവ് എപ്പോഴും നമുക്ക് നൽകുകയും അതിനായിട്ട് നമ്മളെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ഒരു ആഹ്വാനം നമുക്ക് നൽകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വാക്യം: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. ഭാരങ്ങൾ ചുമന്ന് ക്ഷീണിച്ച് അധ്വാനിച്ച് ജീവിത ഭാരങ്ങൾ ചുമന്നുകൊണ്ട് പരവശരായി വശം കെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ക്ഷീണിതരായിരിക്കുന്നവരെ ആശ്വാസത്തിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ ചാരെ ചെന്നാൽ നമുക്ക് ആശ്വാസം ലഭിക്കുവാൻ ഇടയായിത്തീരും. അവൻ വിളിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. ആദ്യം നമ്മൾ അതിന് തുനിയണം, അവൻ്റെ അടുക്കൽ ചെല്ലുവാൻ. നമ്മുടെ ജീവിത ഭാരങ്ങളെ ഇറക്കി വെക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം അവൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറായിരിക്കണം. രണ്ടാമത് ആ ചുമടുകൾ അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ തക്കവണ്ണം
ഇടയായിത്തീരണം. അങ്ങനെ ഒരു സന്മനസ് നമ്മൾ കാണിക്കണം. ആദ്യം അടുത്ത് ചെല്ലണം, രണ്ടാമത് അത് ഇറക്കി വയ്ക്കുവാൻ, അത് അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനും നമ്മൾ സന്നദ്ധരാണെങ്കിൽ ആമേൻ, അവിടെ ആശ്വാസം അവൻ നൽകാമെന്നുള്ള വാഗ്ദത്തമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ആമീൻ എടുക്കുന്ന തീരുമാനം, ഒന്ന് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുക, രണ്ട് ആമീൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുക, മൂന്ന് ആമീൻ അങ്ങനെ ചെയ്യുമ്പോൾ അവൻ തരുന്ന ആ ആശ്വാസം നമുക്ക് അനുഭവിച്ച് നമുക്ക് ആമീൻ സന്തോഷിപ്പാൻ തക്കവണ്ണം ആമീൻ ജീവിതഭാരങ്ങൾ ഇറക്കി വച്ച ഒരു യാത്ര നയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ആ വാഗ്ദത്തം ആമീൻ നമ്മുടെ ഭാരങ്ങളെ അവൻ ഏറ്റുകൊള്ളാമെന്ന് പറഞ്ഞ ആ വാഗ്ദത്തം അത് നാം നിരസിക്കാതെ അത് സ്വീകരിച്ചുകൊണ്ട് അത് ആമീൻ നാം ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആദ്യം അവൻ്റെ അടുക്കൽ ചെന്ന് അത് ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള സന്മനസ് കാണിക്കുമ്പോൾ ആശ്വാസം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ആമീൻ, നമുക്ക് ഒരു നല്ല ഉദാഹരണം കാണുവാനായിട്ട് സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ ആമീൻ അവിടെ ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമീൻ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ അവരെല്ലാവരും നല്ല എക്സ്പേർട്ടായിട്ടുള്ള മീൻപിടുത്തക്കാരായിരുന്നു. അവർക്ക് ആമീൻ കടലിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ടായിരുന്നു, കടലിലെ യാത്രയെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ടായിരുന്നു. ഇതെല്ലാം അവർക്ക് നല്ല ആമീൻ പരിചയസമ്പന്നരായിട്ടുള്ള ശിഷ്യന്മാരായിരുന്നു ആമീൻ ഈ പടകിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ആമീൻ എന്ത് സംഭവിച്ചു? ആമീൻ അത് അവിടെ ആ പടക് കാറ്റും കോലിനാലും വലഞ്ഞ് ആമീൻ മുങ്ങുമാറായപ്പോൾ ആമീൻ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. ആമീൻ ഗുരു നല്ല ഉറക്കത്തിലാണ്. ഗുരുവിനെ വിളിക്കുവാൻ തക്കവണ്ണം ആ സമയത്ത് അവർ സന്മനസ് കാണിച്ചു. ഗുരുവിൻ്റെ അടുക്കൽ ആമീൻ ഇത്രയും അവരുടെ സ്വയത്തിൽ ആശ്രയിക്കാതെ അവർ ആമീൻ ആ കാറ്റും കോളും കടലും അവർക്ക് പ്രതികൂലമായി വന്നപ്പോൾ അവരെന്തോ എടുത്തു? അവർ ആമീൻ ഗുരുവിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. യേശുവിൻ്റെ അടുക്കലേക്ക് അവർ ചെല്ലുവാൻ, യേശുവിൻ്റെ സമീപിക്കുവാൻ, തങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട ആ ഭാരം, ഭയം, പ്രയാസം, പ്രശ്നം അതൊക്കെയും യേശുവിനോട് അറിയിക്കുവാൻ, അവർ നശിച്ചു പോകും എന്നുള്ള ചിന്ത അവരെ ഭരിച്ചപ്പോൾ യേശുവിൻ്റെ അടുക്കലാണ് അവർ അഭയം തേടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്നവരെ, നമ്മളൊരു കാര്യം ചെയ്യണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം സ്വയത്തിൽ ആശ്രയിക്കാതെ നാം ഈ പടകിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ, ജീവിതഭാരങ്ങൾ ഏന്തിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ആമീൻ നാം നിരാശരായി പോകുവാനല്ല, നാം നശിച്ചു പോകുവാൻ അനുവദിക്കാത്ത ഒരു ഗുരുവാണ് നമ്മുടെ ഗുരു. ആ ഗുരുവിൻ്റെ അടുക്കലേക്ക് ഇവർ ചെന്നതുപോലെ നമുക്ക് ചെല്ലുവാനുള്ള സന്മനസ് കാണിക്കണം. നമ്മുടെ ജീവിതഭാരങ്ങളെ ഏറ്റുകൊള്ളാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെന്ന് ആമീൻ ചെന്നാൽ എന്ത് സംഭവിക്കും? യേശു അവിടെ ആമീൻ കാറ്റിനെയും കോളിനെയും ശാസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവിടെ ഒരു ശാന്തത വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ആമീൻ അങ്ങനെയുള്ളൊരു ശാന്തത കടന്നു വരണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആശ്വാസം നമ്മൾ ആമീൻ അനുഭവിക്കണമെങ്കിൽ ഗുരുവിൻ്റെ അടുക്കിലേക്ക് എന്ന് സകലതും ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സന്മനസ് നമ്മുടെ ആമീൻ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് മനസ്സിലാക്കണം. ആമീൻ അവൻ നമ്മുടെ ജീവിത പടകിൽ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നവനാണെന്ന് ഉള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. അവനെ തട്ടി ഉണർത്തുവാൻ തക്കവണ്ണം നമ്മുടെ പ്രശ്നത്തിനും പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ നാം അത് സ്വയം അതിനെ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമ്പോൾ, നശിച്ചു പോകുമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമീൻ നമ്മളെ സഹായിക്കാമെന്നും നമ്മളെ ആശ്വസിപ്പിക്കാമെന്നും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ ജീവിത പടകിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ
ഉണർത്തുവാൻ തക്കവണ്ണം നമ്മൾ സന്നദ്ധത കാണിക്കുന്നുവെങ്കിൽ ആമീൻ, അവൻ നമ്മുടെ ജീവിതത്തിൽ ആ കാറ്റും കോളും പ്രശ്നങ്ങളും പ്രയാസങ്ങളെയും എല്ലാം ആമീൻ അവൻ ശാസിച്ച് ഒരു ശാന്തത വരുത്തുവാൻ, ആശ്വാസം പകർന്നു തരുവാൻ തക്കവണ്ണം ഇടയാക്കി തരും. ആമീൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതയാത്ര സുഗമമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ലഘുവായിട്ടുള്ള ഭാരങ്ങൾ ചുമന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ, സന്തോഷത്തോടുകൂടെ ആ ജീവിത പ്രയാണ യാത്ര ആമേൻ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഇടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വേറെ നല്ലൊരു ഉദാഹരണം വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഹന്നയുടെ ജീവിതത്തിലാണ്. ആമീൻ. 1 ശമൂവേൽ 1-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഹന്നയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. ഹന്നയുടെ ആമീൻ ജീവിത ഭാരം അവൾ ദൈവസന്നിധിയിൽ പകരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജീവിതഭാരങ്ങളെ താൻ നേരിട്ട ആ ജീവിതഭാരങ്ങൾ ആമീൻ ദൈവസന്നിധിയിൽ അവൾ പകരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ദൈവിക ഭവനത്തിൽ കടന്നു ചെന്ന് ആമീൻ ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു ചെന്ന് ആമീൻ അവളുടെ ഹൃദയം അവിടെ പകരുന്നതായിട്ട് നമുക്ക് കാണുക. ജീവിതഭാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അസഹനീയമായിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മൾ ഓരോരുത്തരും നേരിടുമ്പോൾ ഹന്ന ചെയ്തതുപോലെ അവൾ ജീവിതഭാരങ്ങൾ, ജീവിതത്തിൽ നേരിട്ട പോരാട്ടങ്ങൾ, ജീവിതത്തിൽ നേരിട്ടതായിട്ടുള്ള വിമർശനങ്ങളെ ഒക്കെയും അതിജീവിക്കുവാനായിട്ട് അവൾ കണ്ടെത്തിയ മാർഗം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുക, ദൈവസന്നിധിയിലെ തങ്ങളുടെ ഹൃദയങ്ങളെ പകർന്നു കൊടുത്ത് അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന വിചാരങ്ങളെ, ചിന്തകളെ, ചിന്താകുലങ്ങളെയൊക്കെയും ദൈവസന്നിധിയിൽ പകരുവാൻ തക്കവണ്ണം ഹന്ന ചെയ്തതുപോലെ നമുക്കും ഇടയാകട്ടെ എന്ന് ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് സാഹചര്യമായാലും ഹന്ന പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ദൈവസന്നിധിയിൽ ആമീൻ ഹന്നായ്ക്ക് പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുമെന്നുള്ള വിശ്വാസം വന്നപ്പോൾ, പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുമെന്നുള്ള ശമൂവേൽ പ്രവാചകന്റെ ആ കാര്യത്തിൽ അവൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഏലി പറഞ്ഞതുപോലെ നടക്കുമെന്നുള്ള കാര്യം വന്നപ്പോൾ അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ വാട്ടം സംഭവിക്കാതെ ആ ജീവിതഭാരങ്ങളെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ, ജീവിതഭാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങി പൊട്ടുമ്പോൾ, അനേക വിമർശനങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങി നമ്മുടെ ജീവിതത്തെ തളർത്തും ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ അന്നേപോലെ അത് ദൈവസന്നിധിയിൽ പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അപ്പോൾ നമുക്ക് നമ്മുടെ മുഖം പിന്നെ വാടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവൾ ഭവനത്തിലേക്ക് കടന്നുപോയി. അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസത്താൽ ഭാരം ഇറക്കി വെച്ചപ്പോൾ അവൾക്ക് മറുപടി കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ നമ്മൾ ഇറക്കി വെക്കുന്ന ഭാരങ്ങൾക്ക് നമ്മൾ മറുപടി കണ്ടെത്തുമ്പോൾ എന്തൊരാശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് എത്ര അനുഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ എന്തെടുക്കും, നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ഈ അവസ്ഥയൊന്ന് മാറ്റിത്തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ആദ്യം നമ്മൾ നമ്മുടെ ജീവിതഭാരങ്ങൾ, ജീവിതത്തിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി, നമ്മളത് ഗ്രഹിച്ച് നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് കർത്താവിനോട് നമ്മൾ പറയുന്നത്, എൻ്റെ ഈ അവസ്ഥയൊന്ന് മാറ്റം വരുത്തണമെന്ന്. നമ്മുടെ അവസ്ഥ മാറ്റുന്നതിന് മുമ്പ് പലപ്പോഴും കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മാറ്റാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമീപനത്തെ മാറ്റുവാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതായിട്ടുള്ള
പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നമ്മളിലുള്ള ഒരു വലിയ മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ആ നമ്മളിലുള്ള മാറ്റം പലപ്പോഴും നമ്മുടെ ജീവിത ഭാരങ്ങളെ വളരെ ലഘുവായിട്ട് നമുക്ക് എടുക്കുവാൻ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന കർത്താവ് നമ്മളെ പഠിപ്പിച്ച് ആ കഷ്ടങ്ങൾ പ്രയാസങ്ങളെല്ലാം ചുമന്നുകൊണ്ട് നമുക്ക് പോകുവാനായിട്ട് ഒരു അത്താണി നമ്മുടെ കൂടെ ഉണ്ട്, കർത്താവായ യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഹൃദയത്തെ മാറ്റുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ ഹൃദയത്തെ മാറ്റുമ്പോൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള ശക്തി പകർന്നുവെന്ന് നമ്മുടെ സഹായിയായി, നമ്മുടെ കൂട്ടിന് അവനൊരു തുണയായി സഖിയായി നമ്മളുടെ കരങ്ങളും നമ്മുടെ ഭാരങ്ങളും വഹിച്ചുകൊണ്ട് നമ്മുടെ ഒപ്പം നടക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ദാവീദ് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് താൻ മനസ്സിലാക്കുവാൻ ഇടയായിട്ടുള്ളൊരു കാര്യമാണ്. തൻ്റെ 55-ാം സങ്കീർത്തനത്തിൽ താൻ ഇങ്ങനെയാണ് പാടിയത്. 22-ാമത്തെ വാക്യത്തിൽ നമ്മളോട് നമുക്ക് തരുന്നൊരാകും, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുവാനായിട്ട് നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ജീവിത ഭാരങ്ങളെല്ലാം എന്തെടുക്കണം? യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായിരുന്നു. ഇംഗ്ലീഷിൽ അത് വളരെ മനോഹരമാണ്. കാസ്റ്റ് ദൈ ബേർഡൻസ് upon the Lord എന്നാണ് എഴുതിക്കുന്നത്. ആൻഡ് ഹീ വിൽ സസ്റ്റെയിൻ ദി. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മലയാളത്തിൽ നിന്റെ ഭാര്യ യഹോവയുടെ മേൽ വെച്ചുകൊള്ളാനാണ് പറയുന്നത്. അവിടെ എറിഞ്ഞുകൊള്ളുവാനാണ്. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എറിയുവാനായിട്ടാണ് പറയുന്നത്. നമുക്കത് വേണ്ട, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ സൂക്ഷിച്ചു വയ്ക്കാറില്ല. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യവും നമ്മൾ സ്വരൂപിച്ച് വയ്ക്കാറില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എറിഞ്ഞു കളയുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ ജീവിത ഭാരങ്ങൾ നമുക്ക് പ്രയാസമുണ്ടാക്കുന്നതാണ്, നമ്മുടെ യാത്രയ്ക്ക് തടസ്സമുണ്ടാകുന്നതാണ്. ആത്മീയവും ഭൗമികവും ശാരീരികവും മാനസികവുമായിട്ടുള്ള തടസ്സവും വിഭ്രാന്തികളും ഉണ്ടാക്കുന്നതായിട്ടുള്ള ഈ ജീവിത ഭാരങ്ങൾ ഇറക്കി വയ്ക്കുന്ന മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇംഗ്ലീഷിലത് കാസ്റ്റ്, എറിഞ്ഞു കളയുവാനായിട്ടാണ്. ഈ ആവശ്യമില്ലാത്തത് എറിഞ്ഞു കളയുവാൻ ഇന്ന് രാത്രികാലം നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിത യാത്ര സുഖകരമായിട്ട് നമുക്ക് തുടരുവാനായിട്ട് സാധിക്കും. നമുക്ക് യാതൊരു വിധത്തിലും അത് പ്രയാസമുളവാക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, അതിന് വേണ്ടിയത് അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ജീവിത ഭാരങ്ങൾ എന്തെന്ന് നമ്മൾക്ക് അതിനെക്കുറിച്ച് ഒരു അറിവ്, ഒരു ധാരണ ഉണ്ടായിരിക്കണം. അത് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് ഉള്ള നമ്മളതൊന്ന് അനലൈസ് ചെയ്ത് നമുക്കത് പഠിക്കുവാൻ ഇടയായിത്തീരണം. എന്തൊക്കെയാണ് നമുക്ക് നൽകുന്ന ഈ ഭാരങ്ങൾ, ഈ പ്രയാസങ്ങൾ, നമ്മുടെ ജീവിത പ്രയാണത്തിൽ നമുക്ക് തടസ്സമായി വരുന്നത് എന്താണെന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് അത് നമ്മൾ എന്തൊക്കെ ചുമക്കണം, എങ്ങനെ ചുമക്കണം, എന്തിനു വേണ്ടി ചുമക്കണം, പ്രയോജനമുള്ളത് അല്ലാത്തത് എന്തെങ്കിലും ആണെങ്കിൽ അതെല്ലാം എറിഞ്ഞു കളയുവാൻ ഇടയായിത്തീരണം. നമ്മുടെ ഭവനം നമ്മൾ സൂക്ഷിച്ച് തൂത്തുവാരി വൃത്തിയാക്കി എന്നതുപോലെ ഉള്ള ഒരു പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുവാൻ ഇടയായിത്തീരണം. അത് ഓരോ ദിവസവും ചെയ്യുന്തോറും ഏറ്റവും ചന്ത ഉചിതമായിട്ട് ഉള്ള ഒരു ക്രിസ്തീയ ജീവിത യാത്ര നമുക്ക് തുടരുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഭവനം നമ്മൾ നല്ല മനോഹരമായിട്ട് വെക്കുന്നത് പോലെ തൂത്തുവാരി നമ്മൾ ആരും ആ തൂത്തുവാരുന്നത് ഒരു മൂലയ്ക്ക് കൂട്ടിവെക്കാറില്ല. അതെടുത്ത് നമ്മൾ അത് എറിഞ്ഞു കളയുകയാണ്, പുറത്ത് കളയുകയാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ ഉളവാക്കുന്ന കാര്യങ്ങളെയൊക്കെയും നമ്മളൊന്ന് തൂത്തുവാരി മനസ്സിലാക്കി അതേ എറിഞ്ഞു കളയുവാൻ ഇടയായിത്തീരണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവൻ നമ്മൾക്ക് വേണ്ടി കരുതുന്നവനാണ്, അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ. കാസ്റ്റ് ഓൾ യുവർ ബേർഡൻസ് അപ്പോൺ ഹിം ഫോർ ഹി കെയറത്ത് ഫോർ യു. അവിടെയും എറിഞ്ഞു കളയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം നമുക്ക്
നമുക്ക് ആവശ്യമില്ലാത്തത് അത് എറിഞ്ഞു കളയുവാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം ഇടയായി തീരട്ടെ. ആമീൻ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഈ ഭാരങ്ങൾ, ഈ പ്രയാസങ്ങൾ, ഈ പ്രശ്നങ്ങൾ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണമെന്ന്. പക്ഷെങ്കിൽ ഇതേ പ്രാർത്ഥന വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ നാം അതിനെ പരിപൂർണമായിട്ട് എറിഞ്ഞു കളയാതെ ഇപ്പോഴും സ്വരൂപിച്ച് സൂക്ഷിച്ചും നമ്മുടെ ജീവിതത്തിൻ്റെ കോണിൽ എവിടെയൊക്കെയോ നമ്മളിത് സ്വരൂപിച്ച് സൂക്ഷിച്ചും വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ആ എറിഞ്ഞു കളയാത്തത് അവിടെ ഇപ്പോഴും ശേഷിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിത ഭാരങ്ങൾ വർദ്ധിച്ചു വരുന്നതല്ലാതെ അത് കുറയുന്നില്ല. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അത് പാടേ മാറ്റുവാൻ തക്കവണ്ണം, അത് പാടേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. എത്രത്തോളം ഒഴിവാക്കുന്നു അത്രത്തോളം ആമീൻ നമ്മളുടെ യാത്ര സുഖകരമായിരിക്കും. ആമീൻ. ഇംഗ്ലീഷിൽ ഒരു പറച്ചിലുണ്ട്, ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നുള്ളത്. ആമീൻ. ആ ഒരു യാത്ര സുഗമമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഭാരങ്ങൾ കുറവായിട്ടുള്ളൊരു യാത്രയായിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ നേരിടുന്ന ഈ ജീവിത ഭാരങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ആമീൻ. എല്ലാറ്റിലും എന്ന് പറഞ്ഞാൽ ഏത് പ്രശ്നത്തിലും ഒന്നിനെക്കുറിച്ച് നമ്മൾ എന്തെടുക്കരുത്, വിചാരപ്പെടരുത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന എന്തെടുക്കുന്നു, വിചാരപ്പെടുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് വിചാരങ്ങൾ, അവിടെ നമ്മൾ ആ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഒന്നിനെക്കുറിച്ചും എന്തെടുക്കരുത്, വിചാരപ്പെടരുത്. അതിനെ നേരിടുവാനായിട്ട് പറയുന്നത്, ആ വിചാരം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, വിചാരങ്ങൾ നമ്മുടെ ജീവിത ഭാരമായിട്ട് മാറുമ്പോൾ, ആമീൻ, അതിനുള്ളൊരു പോംവഴിയാണ് അവിടെ നമ്മൾ കാണുന്നത്, പ്രാർത്ഥിക്കുക എന്നുള്ളത്. പ്രാർത്ഥനയാൽ അവ നേരിടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമീൻ. പ്രാർത്ഥനയാലും പിന്നെ എന്തുകൊണ്ട് അപേക്ഷയാലും നമ്മളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, നമ്മളുടെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ ആമീൻ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുവാനായിട്ട് അവൻ്റെ അടുക്കിലേക്ക് ചെന്ന് അപേക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അതുമാത്രമല്ല ആമീൻ, അതെങ്ങനെയാണ് ആമീൻ, അവൻ ഏറ്റെടുക്കുമ്പോൾ ആമീൻ നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം സ്തോത്രത്തോടുകൂടെ ആമീൻ സ്തോത്രത്തോട് നമുക്ക് ഉള്ള ആവശ്യം, നമ്മുടെ ഭയം, നമ്മുടെ ആങ്സൈറ്റി, നമ്മുടെ ഉള്ളിൽ വരുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിനെക്കുറിച്ച് ഒരപേക്ഷ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് സ്തോത്രത്തോടുകൂടെ ചെയ്യുവാൻ തക്കവണ്ണം ഇവിടെ. അങ്ങനെ ചെയ്യുമ്പോൾ ആമീൻ നമ്മൾ വായിക്കുന്ന 7-ാമത്തെ വാക്യത്തിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും എന്തെടുക്കും, ക്രിസ്തുവിങ്കിൽ കാക്കും. ക്രിസ്തുവേശുവിങ്കിൽ അത് കാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സകല നിലവുകളെയും, സകല ഹൃദയങ്ങളെയും, സകല ബുദ്ധിമുട്ടുകളെയും, സകല പ്രയാസങ്ങളെയും, സകല പ്രശ്നങ്ങളെയും ആമീൻ നമ്മൾ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥനയാലും അപേക്ഷയായാലും സ്തോത്രത്തോടുകൂടി ഇറക്കി വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആമീൻ എന്ത് സംഭവിക്കും, ദൈവിക സമാധാനം അത് ഒരു മനുഷ്യനും ചിന്തിക്കുവാനായിട്ട് സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മളവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ആമീൻ നമ്മുടെ സാഹചര്യങ്ങളെ പെട്ടെന്ന് മാറ്റുവാൻ ഇടയാകത്തില്ല. പെട്ടെന്ന് മാറ്റിത്തരുവാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മാറ്റിത്തരില്ല. പക്ഷെങ്കിൽ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുവാനുള്ള ഒരു കൃപ നമ്മൾക്ക് തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സാഹചര്യങ്ങളെ മാറ്റുവാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള കൃപയാണ്
ദൈവം നമുക്ക് നൽകുന്നത്. അവൻ നമ്മുടെ കൂടെ വരുന്നത് കൊണ്ട്, അവൻ നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന നമ്മുടെ കൂടെ അവൻ കടന്നു വരുമ്പോൾ, ആമേൻ, ആ ദൈവം സാഹചര്യങ്ങളെ ഉടനടി മാറ്റണമെന്നില്ല. എന്നാൽ ആമേൻ, ആ സാഹചര്യത്തിനുള്ളിൽ തന്നെ, ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ സമാധാനം ഉടനടി നൽകാൻ ആമീൻ ദൈവത്തിന് കഴിയും. അതാണ് നമുക്ക് ആവശ്യം. സാഹചര്യത്തിൻ്റെ മധ്യത്തിലും സമാധാനം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. ഞാൻ ലോകത്തെ ജയിച്ചതാണ്. ആ വലിയ സ്നേഹവാനായ കർത്താവാണ്, ആ ജയാളിയായ കർത്താവാണ് നമ്മുടെ കൂട്ടാളിയായിട്ട് നമ്മുടെ ഭാരങ്ങളെ വഹിക്കാമെന്ന് ഏറ്റുകൊണ്ട് നമ്മളോട് വാഗ്ദത്തം നൽകും നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്കിൻ്റെ യാത്ര എത്ര സുഖകരമായിട്ടുള്ള യാത്രയായിരിക്കും. ആമീൻ. നമുക്കറിയാം, ഏറ്റവും വലിയൊരു ഭാരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് 38-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമട് പോലെ അവ അതിഘനമായിരിക്കുന്നു. ആമീൻ. എൻ്റെ അകൃത്യങ്ങളാണ്, നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ പാപങ്ങളാണ് ആമീൻ ഭാരമുള്ള ചുമടുകളായിട്ട് നമുക്ക് ആമീൻ വഹിക്കുവാൻ പറ്റാതെ വരുന്ന വലിയൊരു ഭാരമാണ്. പക്ഷേ ആമീൻ യെശയ്യാ 53:6 നമ്മൾ വായിക്കുന്നു: യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. നമുക്ക് ആമീൻ വഹിക്കുവാൻ വയ്യാത്ത ആ പാപച്ചുമട്, പാപഭാരം ആമീൻ ദൈവം എന്തെടുത്തു? അതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. അതുകൊണ്ട് ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി നാം മരിക്കേണ്ടുന്ന സ്ഥാനത്ത്, നമ്മുടെ ഭാരങ്ങൾ, ആ പാപഭാരം വഹിച്ചുകൊണ്ട് മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് നമ്മൾക്ക് വേണ്ടി മരിക്കിയാൽ ആമീൻ ആമീൻ സമ്പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മുക്തി നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു, വിടുതൽ നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ ജീവിതഭാരം, ആ പാപഭാരത്തിൽ നിന്ന് എന്നേക്കുമായിക്കൊരു വിടുതൽ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതുകൊണ്ട് എബ്രായലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കണ്ട് ആമീൻ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടണം. യാത്ര തുടരണമെങ്കിൽ, സ്ഥിരതയോടുകൂടെ ഓടണമെങ്കിൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ആമീൻ നമ്മൾ വിട്ടിട്ട് വേണം ഓടുവാൻ. ഇവയെ വഹിച്ചുകൊണ്ട് നമുക്ക് ഓടുവാനായിട്ട് സാധ്യമല്ല. അവയെ ഏറ്റെടുത്തു കൊള്ളാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ അവൻ്റെ അടുക്കൽ ചെന്നാൽ ആമീൻ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ആശ്വാസം കണ്ടു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പാൻ. അടുക്കൽ ചെല്ലുക, ഏൽപ്പിച്ചു കൊടുക്കുക, ആശ്വാസം നമുക്ക് കണ്ടെത്തുവാനായിട്ട് ഇടയായിത്തീരും. ആമീൻ. ജീവിതഭാരങ്ങൾ, പലവിധമായിട്ടുള്ള ഭാരങ്ങൾ നമ്മൾ നേരിടുമ്പോൾ ഒന്നാമതായിട്ട് ഈ ഭാരങ്ങൾ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഭാരങ്ങൾ താത്തു വയ്ക്കുവാനുള്ള സന്നദ്ധത കാണിച്ച് ദൈവസന്നിധിയിൽ അത് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആമീൻ ആദ്യം അതിനെ മനസ്സിലാക്കുക, രണ്ടാമത് അത് ഏൽപ്പിച്ചു കൊടുക്കുക, മൂന്നാമത് ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കുക. അങ്ങനെ ചെയ്താൽ നമ്മുടെ യാത്ര സുഖകരമായിട്ട് ആമീൻ സുഗമമായിട്ട് മുന്നേറുവാൻ തക്കവണ്ണം ജീവിതയാത്രയിൽ ഇടയാകും. യാതൊരു സംശയവുമില്ല. നമ്മുടെ സകല ചിന്താകുകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ തക്കണം. ഇന്ന് രാത്രികാലം ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആമീൻ അവനിൽ വിശ്വസിച്ച് അവനിൽ ആമീൻ വേരൂന്നി അവനിൽ തന്നെ ആശ്രയിച്ച് ആമീൻ അവൻ്റെ കൃപയിൽ ആമീൻ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് അവൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിൻ്റെ ആമീൻ ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എന്നെ കേട്ട പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ.